ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിങ്ങ 1 എല്ലാവർക്കും ഒരു പ്രോഗ്രസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു ഭാഗം ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നാൽ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാൽ എന്താണ്, അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ ടാലിക്കകത്ത് ഇത് ഏത് ഗ്രൂപ്പിൽ, അതായത് അണ്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് ഗ്രൂപ്പിൽ വരും, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ ക്ലാസ് കേട്ടിട്ട് എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനലാണ് എൻ്റേത്, അതുകൊണ്ട് എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നതായതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നാൽ എന്ത്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാൽ എന്ത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുവാനുള്ള ചിലവുകൾ. ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എല്ലാ മാസവും സാലറി അടുത്ത മാസം ആദ്യയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സാലറി മാർച്ച് നമ്മുടെ കണക്ക് ക്ലോസ് ചെയ്യും, ഏപ്രിലോട്ട് ആദ്യമായിട്ട് പിന്നെ ആരംഭിക്കുക. അപ്പോൾ മാർച്ചിൽ നമ്മൾ കണക്ക് ഈ സാലറി മാർച്ച് 31 കഴിഞ്ഞ് 1-ാം തീയതിയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കൊടുത്തിട്ടില്ല, അൺപെയ്ഡ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ വേറൊരു പേര് അൺപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഡ്യൂ എന്നാണ്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് 3 പേരിൽ അറിയപ്പെടും. ഈ 3 പേരും നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് ട്രയൽ ബാലൻസിൽ വന്നാൽ ഒരിടത്ത് മാത്രമേ എഴുതത്തുള്ളൂ. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലോ ലയബിലിറ്റി സൈഡിലോ എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും, ഏത് വന്നാലും ഒരിടത്ത് മാത്രമേ എഴുതത്തുള്ളൂ. അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് അല്ലെങ്കിൽ ഡ്യൂ, സാലറി ഡ്യൂ എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസ് വന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രമേ അത് വരത്തുള്ളൂ, എഴുതത്തുള്ളൂ, എങ്കിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ടാലി ആകത്തുള്ളൂ. എന്നാൽ ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നാൽ നമ്മൾ കൊടുക്കാനുള്ളത്, ഏത് എക്സ്പെൻസിന് കൊടുക്കാനുള്ളതാണെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നാൽ ഡബിൾ ഇഫക്റ്റ് ആണ്. എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് പോലെ 2 ഇഫക്റ്റ് ഉണ്ട് ഇതിന്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറി കൊടുക്കാനുള്ളതാണെങ്കിൽ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് ആഡ് ചെയ്യണം. റെൻറ്റ് കൊടുക്കാനുള്ളതാണ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഓർ റെൻറ്റ് ഡ്യൂ അല്ലെ അൺപെയ്ഡ് റെൻറ്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ ടാലി ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർ, അതായത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഹെഡിലായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ റെൻറ്റിന് വന്നാലും ഏത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയ ഏതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അഥവാ ഡ്യൂ വന്നാലും അല്ലെ അൺപെയ്ഡ് എന്നും പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാലും അത് ആഡ് ചെയ്ത് എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം, അത് മറക്കരുത്. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എമൗണ്ട് എഴുതരുത് ഒരിക്കലും. ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ കിടക്കുന്ന അൺപെയ്ഡ് അഥവാ ഡ്യൂ അത് മാത്രം, ഔട്ട്സ്റ്റാൻഡിങ് മാത്രം ലയബിലിറ്റി സൈഡിൽ എഴുതണം. അപ്പോൾ കൊടുക്കാനുള്ളതാണ് അൺപെയ്ഡ് അഥവാ ഔട്ട്സ്റ്റാൻഡിങ് അഥവാ ഡ്യൂ എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓർ അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് ഓർ പെയ്ഡ് ഇൻ അഡ്വാൻസ്, ഈ 3 പേരിൽ ഇത് അറിയപ്പെടും. അത് കാണാൻ പഠിക്കണം. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് അതിൻ്റെ 3 പേരും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണെന്ന് മനസ്സിൽ വിചാരിക്കണം. 3 പേരിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസിലെ പ്രീപെയ്ഡ് ഇൻഷുറൻസോ എന്തെങ്കിലും പ്രീപെയ്ഡായിട്ട് റെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്രൻറ്റീസ് പ്രീമിയം റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. എന്തേലും അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻഷുറൻസിൽ നിന്ന് കുറയ്ക്കണം. ഇൻഷുറൻസ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതണം. ട്രയൽ ബാലൻസ് വന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം എഴുതണം. അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നാൽ ഡബിൾ ഇഫക്റ്റ് ആണ്. എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പോലെ ഓർത്തിരിക്കണം. ഇവിടെ ഇൻഷുറൻസിൽ നിന്ന് കുറയ്ക്കുകയും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അത് ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രം, അതിന് മാത്രമേ ഡബിൾ ഇഫക്റ്റ് ഉള്ളൂ. ട്രയൽ ബാലൻസിൽ എല്ലാം ഒരിടത്ത് മാത്രമേ എഴുതത്തുള്ളൂ. അപ്പോൾ ആ പ്രീപെയ്ഡ് അഥവാ അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് അല്ല ഇൻഷുറൻസോ റെൻറ്റോ എന്തുവാണെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രം അസറ്റ് സൈഡിൽ എഴുതണം. അപ്പം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഷുറൻസ്, അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അണ്ടറിൽ
അണ്ടർ ടാലിക്കകത്ത് പറയുന്ന ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്, അതിലാണ് അത് എഴുതേണ്ടത്. അപ്പം ഈ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കൊടുക്കാനുള്ളതും നേരത്തെ കൊടുത്തതും, അങ്ങനെയാണ് ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് അൺപെയ്ഡ് കൊടുക്കാനുള്ളത്, ഒന്ന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ നല്ലതായിട്ട് പഠിക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലായതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല. നിങ്ങളിത് പഠിക്കുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം. അപ്പോൾ ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കിലെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളും എക്സാമ്പിളുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതിൻ്റെ ഒരു ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. ചെറിയ ചെറിയ കാൽക്കുലേഷൻസും ചെറിയ ചെറിയ നോട്ട്സുകളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തു തരാം. നിങ്ങൾ ഫലപ്രദമായ രീതിയിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതത്തക്ക രീതിയിൽ സിമ്പിൾഫൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തയ്യാറാക്കി തരാം. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, പുതിയ ചാനലാണ്. എല്ലാവരും ഇത് കേൾക്കുമെന്നും പഠിക്കണം. കേട്ടാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഈസ് ദി റെമഡി ഓഫ് സക്സസ്. നമുക്ക് വിജയം വേണമെങ്കിൽ, നമ്മൾക്ക് അറിവ് വേണമെങ്കിൽ, നമ്മൾ എക്സ്പെർട്ട് ആകണമെങ്കിൽ നമുക്കവിടെ പ്രാക്ടീസ് കൂടിയേ തീരൂ. പ്രാക്ടീസ് ഈസ് ദി റെമഡി ഓഫ് ഓൾ എക്സാംസ്. അതുകൊണ്ട് എക്സാമിന് വേണ്ടി നമ്മുടെ മനസ്സിൽ അത് ഫിക്സ് ചെയ്ത് വെക്കുകയും വേണം, നമ്മുടെ ബ്രെയിനിൽ ഫിക്സ് ചെയ്യും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റിമെമ്പർ ചെയ്യുകയും ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ അത് വിട്ടുപോകാതെ നമ്മളിൽ തന്നെ, എത്ര വർഷമായാലും നമ്മളിൽ നിന്നും അത് വിട്ടുപോകത്തില്ല. കാരണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം. നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ഒരു സിസ്റ്റം, അതായത് ഒരു പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ട് ഈ പഠിപ്പിക്കുക മാത്രമല്ല, അവിടെ നമ്മളൊരു ഗുരുവായിട്ട് എല്ലാം പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളും നിങ്ങളെ മനസ്സിലാക്കി തരുമ്പോഴാണ് നിങ്ങളുടെ ഒരു ടീച്ചർ അവിടെ ടീച്ചറായിട്ട് മാറുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കേട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു പ്രയോജനത്തിന് വേണ്ടി ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴായിരിക്കും നമ്മൾക്കതിൽ നിന്നുള്ള നന്മയുണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ദൈവികമായിട്ടുള്ള ഒരു ചെറിയ ചെറിയ രഹസ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിന് സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് തീരുന്നു. അടുത്ത ക്ലാസ് നെക്സ്റ്റിലെ അടുത്ത ചെറിയ ഇതുപോലത്തെ കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം.